നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ജിപ്സം വർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് വന്നാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആ മരത്തിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ പോളിഷ് ചെയ്യുന്ന നേരത്ത് അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആ സ്റ്റെയർ ചേരുന്ന വശത്ത് പ്ലാസ്റ്ററിങ് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ജിപ്സം കട്ട് ചെയ്തിട്ടുണ്ട്. ജിപ്സം കട്ട് ചെയ്ത ഗ്യാപ്പിലൂടെ കുറച്ച് ജിപ്സം ബോർഡോ അല്ലെങ്കിൽ വുഡിൻ്റെ എന്തെങ്കിലും പീസുകളോ ഇതുപോലെ വെറുതെ വെച്ച് കൊടുക്കുക. സ്ക്രൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് POP എടുത്ത് വെള്ളത്തിൽ കലക്കി നല്ല കട്ടി പരുവാക്കുക. ലൂസല്ല, കുറച്ച് കട്ടിയിൽ അത് എന്നിട്ട് കൈകൊണ്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ റഫായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതൊരു മീഡിയമായിട്ട് ഉറച്ചു പോകും. ആ സമയത്ത് നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്നിങ്ങനെ ഒരു പുട്ടി ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ അതിനുശേഷം വീണ്ടും കുറച്ച് POP ഇതുപോലെ ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി അപ്ലൈ ചെയ്ത് അത് ഒരു പുട്ടി ബ്ലേഡ് കൊണ്ട് ഒന്ന് നൈസായിട്ടൊന്ന് വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ കല്ല് പോലെയാവും. അതിനുശേഷം ഇതുമ്മേ പെയിൻറ്ററെ കൊണ്ട് 2 കോട്ട് പുട്ടിയിട്ട് ഉരച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു.